ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി പാറിന്റെ ഒപ്പം കളിക്കാൻ പോയാലോ? ചെറിയമ്മ വഴക്ക് പറയോ? ഏയ്, ഉണ്ടാവില്ല. ഞാൻ എല്ലാം ജോലിയും തീർത്തു കൊടുത്തതല്ലേ. അപ്പൊ പിന്നെ ചിലപ്പോ ഒന്നും പറയില്ലായിരിക്കും. ഓ, അവൾ അവളുടെ റൂം അങ്ങനെ മിനുക്കിക്കൊണ്ട് നിൽക്കുക. എന്ത് പറ്റി മണിമോളെ? നീ ഇവിടെ എന്തെടുക്ക? അതെ, ഞാൻ എന്റെ വിരിപ്പൊക്കെ നേരെ ഒന്ന് വിരിച്ചിടായിരുന്നു. എന്റെ റൂം നീ അടിച്ചോരിയതാണോ? ആണല്ലോ, ഞാൻ അവിടെ അടിച്ചു വാരി തുടച്ചിട്ടതാ. എന്നിട്ട് അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ ചുളിഞ്ഞിട്ടാണല്ലോ കിടക്കുന്നേ. ഇല്ല മണിമോളെ, ഞാൻ നിന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. നീ ഇപ്പൊ പോയി നോക്കിയോ? നോക്കിയിട്ട് തന്നെയാ പറയുന്നത്. പിന്നെ എനിക്കെന്താ കള്ളം പറയാൻ ഭ്രാന്തുണ്ടോ? എന്നാലേ ഞാൻ ഒന്നും കൂടി വിരിച്ചു തരാം, നേരെ ചുളിവുണ്ടെങ്കില്. ഓ, നീ വിരിച്ചു തരുമൊന്നും വേണ്ട. നിന്റെ ബെഡ്ഷീറ്റ് ഒക്കെ നീ നന്നായി വിരിച്ചിട്ടുണ്ടല്ലോ. അതിനാരും പറയേണ്ട ആവശ്യമൊന്നുമില്ലേ. മണിമോളെ, നമുക്ക് പാറക്കുട്ടിയുടെ വീട്ടിലേക്ക് കളിക്കാൻ പോയാലോ? ഓ, ഞാനൊന്നുമില്ല, നിന്റെ ഒരു പാറക്കുട്ടി. എനിക്ക് അവളെ കാണുന്നത് വെറുപ്പാണെന്ന് നിനക്കറിയില്ലേ? മണിമോളെ, നീയേ ചെറിയമ്മനോട് ഒന്ന് ചോദിക്കുവോ? എന്നിട്ട് ഒന്ന് സമ്മതിപ്പിച്ച് തരുവോ? എനിക്ക് കല്ലൂനെ കാണാൻ കൊതിയായിട്ടാ. നിനക്ക് അത്രക്ക് ആഗ്രഹമാണെങ്കിലേ നീ പോയി കണ്ടോ. ഞാൻ മമ്മിയോട് ചോദിച്ച് സമ്മതിപ്പിച്ചോളാം. പക്ഷെ ഒരു കാര്യം, എനിക്ക് നാളെ സ്കൂളിൽ കിടാനില്ലേ യൂണിഫോം ഒക്കെ ഉണ്ട് അവിടെ ഇസ്തിരി ഇടാനായിട്ട്. അതൊക്കെ ഇസ്തിരി ഇടുന്ന എപ്പോഴാണ്? മണിമോളെ, അതിന് നാളെ ശനിയാഴ്ചയല്ലേ, പിന്നെ ഞായറും 2 ദിവസം അവധിയല്ലേ നമുക്ക്. ഇനിയിപ്പോ തിങ്കളാഴ്ചത്തേക്ക് പോരെ. അപ്പോഴേക്കും ഞാൻ ഇസ്തിരി ഇട്ട് വെച്ചോളാം. ഓ, നാളെ ശനിയാഴ്ച ആണല്ലേ, ഞാനതങ്ങോട്ട് മറന്നു. ആ, എന്നാ ഞാനേ മമ്മിയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു തരാം. വേഗം വന്നോണം, ഇവിടെ കുറെ ജോലി ഉണ്ട് വന്നിട്ട് ചെയ്യാൻ. എന്റെ മമ്മിക്ക് റെസ്റ്റ് ആണ്, അറിയില്ല നിനക്ക്? ഞാൻ വേഗം വന്നാണ് മണിമോളെ. വന്നാ മതി, ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. അടുക്കളയിലെ എന്റെ മമ്മിക്ക് എന്തെങ്കിലും ആവശ്യം കാണും. എന്റെ മമ്മിയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ ജോലിയും ചെയ്ത് കൊടുത്തോളാം മണിമോളെ. മണിമോളെ വിഷമിക്കണ്ട കേട്ടോ. ഓ, ഒന്ന് കളിക്കാൻ പോകുമ്പോഴും ഓക്കൊരു അമ്മ കാണണം. വല്ലാത്തൊരു അമ്മ സ്നേഹി. അമ്മ, ഞാനേ ഒന്ന് കളിക്കാൻ പോട്ടെ പാറുന്റെ കൂടെ. ഹോ, ഇത് ചെറിയ കുട്ടൊന്നുമല്ല. ആ ഫോട്ടോത്തിൽ നോക്കിയാണോ അവൾ സമ്മതം ചോദിക്കുന്നത്? ആ ചുമരിൽ ഇരിക്കുന്ന വസ്തു അവളോട് എന്ത് പറയാനാ? ആ, അവൾക്ക് അങ്ങനെ ഒരു വട്ട്. എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ. ഞാൻ പെട്ടെന്ന് വരാം അമ്മ. അമ്മ വിഷമിക്കണ്ട കേട്ടോ. അമ്മ, അവിടെ ശിവേച്ചി പാറും കല്ലുമോളും ഒക്കെ ഉണ്ടാവും കൂടെ കഴിക്കാന്. നല്ല രസാ അമ്മ. എടി ജമീല, എന്തമ്മാ ഇജ്ജ് എവിടെ പോയി കിടക്കുന്നു? ഞാനേ തീ കൂട്ടാൻ കുറച്ച് വിറകുണ്ടോ നോക്കാൻ പോയതായിരുന്നേ. ഓ, എന്നിട്ട് വിറക് എവിടെ? അതിനടുത്തിട്ടില്ലേ, ഇമ്മ വിളിച്ചപ്പോ എന്തിനാണാവോ വെച്ചിട്ടേ വിറകൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി വന്നു. വിറകുണ്ടാക്കാൻ പോയിട്ട് വിറകുമില്ല, എന്നിട്ട് ഞാൻ വിളിച്ചപ്പോ ഇങ്ങോട്ട് ഓടി വന്നിട്ടത്രേ. ഞാൻ വന്നിട്ടില്ലെങ്കി എന്ത് വരാന്ന് ചോദിച്ചിട്ടല്ലേ എന്നോട് വെക്കാനിരിക്കുക? അന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കഞ്ഞി വെക്കണ വെള്ളം കളയരുതേ കളയരുതേന്ന്. കഞ്ഞിവെള്ളം ഞാൻ അവിടെ എടുത്തേച്ചിന്നമ്മ. എന്നിട്ട് പശുവിന് കൊടുക്കാൻ ഒരു തുള്ളി വെള്ളം ഉണ്ടോ? കുറച്ച് വെള്ളമുള്ള അവിടെന്ന്. അതുമ്മ ഇപ്പന്നേ കഞ്ഞി കുടിച്ചത്, അപ്പൊ കുറച്ച് കഞ്ഞിവെള്ളം അങ്ങനെ പോയി. ഓ, ആ മനുഷ്യന്റെ ചങ്കക്കൂടാണെങ്കിൽ ചോറ് ഇറങ്ങൂലേ, കഞ്ഞി ഇറങ്ങുള്ളൂ. ഞാൻ ഇനി പശുവിന് എന്താ കൊടുക്കുക? ഇത് കുറച്ചോളൂ, 2 ആള് തിന്നത് കുടിച്ചോളൂ. അല്ലാതെ ഞാനിപ്പോ എന്താക്കാനാ? ചോറ് വെക്കുമ്പോഴേ കുറച്ച് തോനെ വെള്ളം പറഞ്ഞാൽ എന്താ എനിക്ക്? ഇന്നാലല്ലേ കഞ്ഞിവെള്ളം ഉണ്ടാകുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ മുണ്ടാതെ ഞാൻ നിന്നോളൂ. ആ അരിവാളം ഇങ്ങോട്ട് എടുത്തോടുന്ന, ഞാൻ ഇത്തിരി പുല്ലിരുന്നിട്ട് അറ്റ പോയിട്ട്. എല്ലാവർക്കും എന്റെ കജ്ജന്നെ ഇങ്ങോട്ട് എത്തണം പറഞ്ഞ എങ്ങനെ പറ്റിയ? ഷോ, ഈ റൂമിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലല്ലോ. എടി മുത്തേ, മുത്തേ, ഈ പെണ്ണിപ്പോ ഇത് എവിടെ പോയി കിടക്കുക?
അവളുടെ നടത്തം ഇങ്ങനെ കണ്ടേച്ചാലും മതി. ഞാൻ പെട്ടെന്ന്